ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർ തോട്ടത്തിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വല്യപ്പച്ചനോട് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞു അലീനയോട് ഫ്രണ്ടിലിരിക്കാൻ വല്യപ്പച്ചനും സ്റ്റാൻലിയും പറയാം. അപ്പോൾ അലീന ഇങ്ങനെ നിന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പം അലീന എന്തോ ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. കേട്ടു, പിന്നെന്താ അനുസരിക്കാനൊരു മടി. അങ്ങനെ അലീന പേടിച്ച് ഫ്രണ്ടിൽ കയറി. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടൻ പുതുതായിട്ട് വന്ന ഡ്രൈവറോട് എങ്ങനെയുണ്ട് ആളെന്ന് ചോദിച്ചു, പുതിയ ആളെന്ന് ചോദിച്ചു. അടിപൊളി, ഇത്രയും കാലം എവിടെയായിരുന്നു ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർ നിൽക്കുക. അത് കഴിഞ്ഞ് ഇവർ വണ്ടിയിൽ ഇങ്ങ് പോന്നു. പിന്നെ തോട്ടത്തിലേക്ക് വന്നു. തോട്ടത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് എല്ലാം കണ്ടും കേട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി എല്ലാം കണ്ടു കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞപ്പോൾ ദേ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അതിൽ നിന്ന് ഇവർ ഇറങ്ങി നടന്ന തോട്ടവും ഇതൊക്കെ കാണുവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇതാണ് എൻ്റെ എസ്റ്റേറ്റ്, റോഡിന് മുകളിലും താഴെയുമായിട്ടാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക സ്റ്റാൻലി അലീനയോട്. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും ഇത് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഒരു കുറ്റിക്കാടാണെന്നും ഒരു ഗൾഫുകാരൻ്റെ കയ്യിലിരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വിലയ്ക്ക് വാങ്ങിയ റബ്ബർ വെച്ച് പിടിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞു. അന്നേരം തന്നെത്താൻ ചെയ്തതല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതല്ലേ എന്ന് അലീന ചോദിക്കാം. നമ്മൾ കൂലി കൊടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അലീനയെ നോക്കുക കേട്ടോ. ദേ ഞാൻ എൻ്റെ പൈസ കൊടുത്ത സ്ഥലം വാങ്ങി എൻ്റെ പൈസ കൊടുത്ത് പണി അടുപ്പിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു എസ്റ്റേറ്റാണിത്, അത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ആ തൊഴിലാളികൾ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു തോട്ടം ഇവിടെ ഉണ്ടാകത്തില്ല, ശരിയല്ലേ എന്ന് അലീന ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ നോക്കുക, വല്യപ്പച്ചനും ഇങ്ങനെ നോക്കുന്നു. ഇവർ പറയുന്നതൊന്ന്, അലീന പറയുന്നത് വേറൊന്ന്. ഇത്രയും പറഞ്ഞിട്ട് അലീന ഇത് കാണാനൊക്കെ ആയിട്ട് അങ്ങ് നടന്നൊക്കെ അങ്ങോട്ടേക്ക് പോയി കിട്ടാം. അപ്പോൾ അപ്പച്ചനും മോനും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു, അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അലീന അതിലെല്ലാം നടന്ന് ആ ഒരു പരിസരവും ആ ഒരു തോട്ടവും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ഇത്. അപ്പം സ്റ്റാൻലി പതുക്കെ അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പച്ചാ എന്താ, അതെ നമ്മൾ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അതെന്താന്ന് ചോദിച്ചു സ്റ്റാൻലി. ബുദ്ധി കുറവാണോ? കൂടുതലാ അതാ എന്നും അപ്പച്ചൻ അന്നേരം സ്റ്റാൻലിയോട് പറയും. നമ്മൾ പറയുന്നതൊന്നും കേൾക്കണ്ടേ, നീ പറഞ്ഞത് ശരിയാ, അവൾ ചോദിച്ചതും ശരിയായ കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക. അപ്പോൾ അലീനയാണെങ്കിൽ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നു. അലീന ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം കണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നു. ഈ തോട്ടത്തിൽ നിന്ന് നല്ല വരുമാനം കിട്ടത്തില്ലേ, ഇപ്പം റബ്ബറിന് നല്ല വിലയുണ്ടെന്ന് വല്യപ്പച്ചൻ, അതുകൊണ്ട് തെറ്റില്ലാത്ത വരുമാനവും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ആവറേജ് ഒരു ദിവസം എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം 1 ലാഖിന് മീതെ കിട്ടും ആവറേജ്. അപ്പം മാസം 30 ലക്ഷം രൂപ അല്ലേ? അപ്പോൾ അതെ. അപ്പോൾ ദേ ആ പൈസയെല്ലാം എന്ത് ചെയ്യുവാണെന്ന് അലീന ചോദിച്ചു. അപ്പോൾ തോട്ടത്തിലേക്ക് മുടക്കണം പകുതി, വളമിടണം, മരുന്നടിക്കണം, കാട് വെട്ടണം, തൊഴിലാളികൾക്ക് ശമ്പളവും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാലും ഒരു വർഷം 1 കോടി രൂപയൊക്കെ കിട്ടത്തില്ലേ ലാഭം എന്ന് അലീന ചോദിക്കുമ്പോൾ അത്രയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അന്നേരം സംഭാവന വല്ലതും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടിക്ക്, സംഘടനകൾക്ക്, പള്ളി, ക്യാമ്പുകൾ കൊടുക്കാൻ മനസ്സില്ലെങ്കിലും അവ നിർബന്ധ പിരിവങ്ങൊന്ന് നടത്തിയേച്ച് പോണതാ. അപ്പം നല്ല മനസ്സോടെ, അലിവോടെ, അനുകമ്പയോടെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ എന്ന് അലീന ചോദിക്കാം. ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, പഠിക്കാൻ ഫീസും പുസ്തകവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക്, മാറി കൊടുക്കാൻ ഡ്രസ്സും കയറി കിടക്കാൻ വീടും ഇല്ലാതെ സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക്, മരുന്നും ഭക്ഷണവും ഇല്ലാതെ വിഷമിക്കുന്ന അനാഥർക്ക്. അപ്പം എനിക്കതിനൊന്നും സമയമില്ല, എൻ്റെ ജോലി അല്ല അത്. ചെറിയ പിരിവൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആൻ്റപ്പനാണെന്ന കാര്യം പറയണു. അന്നേരം ഏതെങ്കിലും ഓർഫനേജിനോ അനാഥാലയത്തിനോ സംഭാവന കൊടുത്തെന്ന് വെച്ച് നമുക്ക് എന്നാ നഷ്ടം വരാനാണെന്ന് അലീന ചോദിച്ചു. എത്ര പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടും? അലീന നീ നിർത്ത, സ്റ്റുപ്പിഡ്, അനാഥാലയം, വേറൊന്നും പറയാനില്ലേ നിനക്കൊന്നും ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ. ഒരനാഥാലയമല്ലേ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളെ 23 വർഷം വളർത്തിയതും സംരക്ഷിച്ചതുമെന്ന് അലീന ചോദിച്ചപ്പോൾ സ്റ്റാൻലി ഞെട്ടി. അലീന ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു നിന്ന് നോക്കുക. അപ്പോൾ അലീനയുടെ ചോദ്യത്തിന് മറുപടി ഇല്ല. അപ്പോൾ ഇല്ലാത്തവർക്കും രോഗികൾക്കും വിശക്കുന്നവർക്കും കുറച്ച് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കാണുന്നതൊന്നും റബ്ബർ മരങ്ങളല്ല, ആൾമരങ്ങളാണെന്ന കാര്യം അലീന സ്റ്റാൻലിയോട് പറയണു. ഇത് കേട്ടപ്പോൾ സ്റ്റാൻലി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ വല്യപ്പച്ചൻ അത് അങ്ങോട്ട് ഇഷ്ടമായി. പക്ഷെ അലീന ഈ പറഞ്ഞത് സ്റ്റാൻലിക്ക് ഇഷ്ടമായില്ല. സ്റ്റാൻലി എന്നിട്ട് കൊതി കുത്തി നമ്മുടെ അലീനയുടെ അടുത്ത് അങ്ങോട്ടേക്ക് പോയി ചെന്ന് വണ്ടിയെ കയറി ഇരിക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റാൻലി എന്ന് വണ്ടിയെ കയറിയിരുന്നു. അപ്പോൾ വല്യപ്പച്ചൻ നേരെ അലീനയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അലീനയെക്കുറിച്ചുള്ള ഒരു മതിപ്പ് നമ്മുടെ വല്യപ്പച്ചന് ഉണ്ടാകുന്നു.
ലാലിച്ചന് ദേഷ്യം വന്നാ തോന്നണേ. അപ്പം ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു വല്യപ്പച്ച? ഏയ് അതൊന്നും അല്ല, അവനെ കുറച്ച് ദേഷ്യക്കാരനാന്നേ. അപ്പം കേണലല്ലേ ഇപ്പം റിട്ടയർഡ് അല്ലേ എന്ന് ചോദിച്ചു. ആ അതെ, ആ അഹംഭാവം കുറച്ചാൽ മതി, ദേഷ്യവും കുറയും എന്ന് അലീന പറഞ്ഞു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി അവിടെ കിടന്ന് വണ്ടിയിൽ ഹോൺ നീട്ടി അടിക്കാം. വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ചെന്ന് വണ്ടിയിലേക്ക് ഇരുന്നു. അലീന വണ്ടിയിലേക്ക് ഇരുന്നപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അലീനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക കേട്ടോ. എന്ന് പറഞ്ഞ അലീന ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ വണ്ടിയിൽ ഇവരിയ്ക്കുന്നു. സ്റ്റാൻലി വണ്ടി എടുത്തു. ഇവരങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം തോട്ടത്തിൻ്റെ അകത്തേക്ക് കയറി പോവുക. അലീന ഇതൊക്കെ കണ്ടങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു. സ്റ്റാൻലിക്ക് ഭയങ്കര ദേഷ്യം. വല്യപ്പച്ചനും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ കുറച്ച് ദൂരം പിന്നെയും പോയി. അങ്ങനെ അവരങ്ങ് പോയി. പിന്നെ വന്ന് ആ വീടിൻ്റെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അലീനയെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറുന്നു. വീട്ടിലേക്ക് കയറിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ വല്യപ്പച്ചനും, അപ്പോൾ സ്വന്തം വീട്ടിലേക്കല്ല, ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗത്തുള്ള ആ ഒരു കുറച്ച് ആൾ താമസവും കാര്യങ്ങളും ഒക്കെയുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്ലാന്റർ, ആ ഒരു നമ്മുടെ പ്ലാന്റിലേക്ക് പോണു. അതുപോലെ തന്നെ അവരുടെ ഓഫീസ് റൂമുകൾ കാണിക്കാൻ പോണു. അങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ ഓഫീസ് എങ്ങനെയുണ്ടെന്ന് എനിക്കും കൂടി ഒന്ന് കാണണ്ടേ. അപ്പോൾ വേണം എല്ലാം കണ്ടിരിക്കണം, ഇറങ്ങിക്കോ എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു. ഓഫീസിൽ എന്ത് കാഴ്ച ഉള്ളതെന്നും 3-4 പേര് കസേരയിൽ നിന്ന് ജോലി ചെയ്യുന്നത് കാണാം എന്നിങ്ങനെ നമ്മുടെ സ്റ്റാൻലി. അപ്പോൾ ഞാൻ കാണുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു അലീന. എനിക്ക് എന്തിനാണ് ഇഷ്ടക്കേടെന്ന് സ്റ്റാൻലി ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വെറുതെ ആളുകളുടെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവള് നിൽക്കാൻ റെഡിയാ, പിന്നെന്താടാ കുഴപ്പമെന്ന് അപ്പച്ചൻ മോനോട് അന്നേരം ചോദിക്കാം. മോനന്നേരം അപ്പച്ചനെ ശരി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു കൂട്ടോ. അപ്പോൾ വല്യപ്പച്ചൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അലീനയും ഇറങ്ങി. അപ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർ അലീനയെ കണ്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. എൻ്റെ മകളാണിതെന്ന് പറയുന്നത് കേട്ടപ്പം അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അലീന. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങോട്ടേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നല്ലേന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. അത് സാർ വരണം വാ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാൻ സ്റ്റാൻലിയ. അപ്പോൾ അലീനയും വല്യപ്പച്ചനും അവിടെ നിൽക്കുന്നു. ഇവരകത്തേക്ക് കയറി ചെല്ലുവാണ്. അപ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ ചോദിക്കും. അപ്പോൾ തട്ടി വിട്ടോ MA BA PhD MBA അങ്ങനെയൊക്കെ. അതൊക്കെ എന്നാ സംഗതിയാ? UK ലായിരുന്നെന്ന് പറയാം, ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ വേണോന്ന് ചോദിച്ചപ്പോൾ വല്യപ്പച്ചനും കൊച്ചുമോളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഒരു ചേച്ചി ഇറങ്ങുന്ന അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നു. പിന്നെ സ്റ്റാൻലി ആണെങ്കിൽ അവിടുത്തെ കണക്കും കാര്യങ്ങളും എല്ലാം നോക്കുവാണ്. അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അല്ലെങ്കിൽ വല്യപ്പച്ചന് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. വേണ്ടാന്നും പറഞ്ഞ് വല്യപ്പച്ചൻ ഇരിക്കാം. ശരിയെന്നും പറഞ്ഞാൽ ചേച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നെ വല്യപ്പച്ചനും മോളും കൂടി ഇവിടെ ഇരിക്കാം. എങ്ങനെയുണ്ട് ലാലിച്ചൻ്റെ ഓഫീസ് എന്ന് ചോദിച്ചപ്പം സൂപ്പർ അടിപൊളിയല്ലേ എന്ന് അലീന ചോദിക്കാം. എല്ലാം അവൻ തന്നെത്താനെ ഉണ്ടാക്കിയതാ, കുടുംബസ്വത്തൊന്നും കിട്ടിയില്ലേ ലാലിച്ചന്, ഓഹരി അതൊക്കെ കൊടുത്തന്നേ, അതുകൂടി വിറ്റിട്ടല്ലേ ഇതെല്ലാം കൂടി അവൻ ഉണ്ടാക്കിയത്. എന്നിട്ട് പറയുന്നത് എന്താ, എല്ലാം ഒറ്റയ്ക്ക് ചെയ്തതാണെന്നാണല്ലോ. അതിന് ഇവനൊക്കെ വലിയ അഭിമാനാ. അപ്പോൾ നീ അവനെ കുറച്ച് കാണരുത് കേട്ടോ. അയ്യോ എൻ്റെ പപ്പയല്ലേ, ഞാൻ കുറയ്ക്കുമോയെന്ന് ചോദിച്ചു അലീന. ചെറിയ തിരുത്തലൊക്കെയല്ലേ ഉള്ളൂ എന്ന് അലീന വല്യപ്പച്ചനോട് ചോദിക്കാം. സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അയാളാണെങ്കിൽ ഓരോന്നോരോന്ന് സ്റ്റാൻലിയോട് പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റാൻലി തിരിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഫയലൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. സ്റ്റാൻലിക്ക് അതൊന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഒരെണ്ണം വലിച്ചെറിഞ്ഞു, അടുത്തതെടുത്ത് നോക്കുന്നു. അങ്ങനെ മൊത്തം കണക്കും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വരുവാണ് നമ്മുടെ അലീനയെ പരിചയപ്പെടാനായിട്ട്. അങ്ങനെ വന്ന് എല്ലാവരും അലീനയെ പരിചയപ്പെടുവാണ്. അങ്ങനത്തെ എല്ലാവരും അലീനയായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവർ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകണു. അപ്പോൾ നമ്മുടെ അലീന അവിടെ പിന്നെയും വല്യപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കുക. അപ്പോൾ വല്യപ്പച്ചൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവിടെ ഇത്രയും സ്റ്റാഫേ ഉള്ളോ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുക കേട്ടോ. വല്യപ്പച്ചൻ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സ്റ്റാൻലി ഇപ്പം മൂക്കുമുട്ട കള്ളു കുടിച്ചിട്ട് ഇവിടെ വന്ന് പോകുന്നല്ലേ ഉള്ളൂ, ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പം ഇവിടെ എന്നാ നടക്കാനാ, എല്ലാവരും കൂടി ഇതിൽ നടപ്പുണ്ടല്ലോ എന്ന് വല്യപ്പച്ചൻ. ഞാൻ ഇടപെടേണ്ടി വരുമോ? വേണ്ട അവർ തിരിച്ചും വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും സ്റ്റാൻലി അകത്ത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കണക്കും കാര്യങ്ങളെല്ലാം നോക്കി സ്റ്റാൻലി അവിടുന്ന് നേരെ തിരിച്ചു പോരുന്നു ഇവരെയും കൂട്ടിക്കൊണ്ട്. അങ്ങനെ വീണ്ടും അവരുടെ ആ ഒരു തോട്ടത്തിൻ്റെ നടുക്ക് വന്നു. അങ്ങനെ നടുക്ക് വന്നു വണ്ടി അങ്ങ് നിർത്തിയിട്ടു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെക്കാം എന്ന് പറഞ്ഞു. അലീനയും വല്യപ്പച്ചനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലവും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു ചെറിയ നടപ്പുവഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നു.
അവിടെ ഈ തോട് ചെന്ന് ചേരുന്ന ഒരു പാറക്കെട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ഞാനൊരു ചെക്ക് ഡാം പണിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു കനാല് പോലത്തെ ഒരു ഇത്. അപ്പോൾ അതെന്തിനാണെന്ന് അലീന ചോദിക്കാം. ഫാക്ടറിയിലേക്ക് വെള്ളം വേണം. ഇപ്പോൾ വെള്ളം ഇല്ലാതെയാണോ ഫാക്ടറി വർക്ക് ചെയ്യുന്നതെന്ന് അലീന നേരത്തേക്കും ചോദിച്ചു. ഫാക്ടറിക്കടുത്ത് ഒരു വലിയ കുളമുണ്ടെന്നും ആ കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നും പറഞ്ഞു. അതിൽ നിന്ന് ഇപ്പോൾ മുമ്പത്തെ പോലെ വെള്ളം കിട്ടുന്നില്ല, വേറെ എന്തെങ്കിലും സോഴ്സ് നോക്കാതെ രക്ഷയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഈ തോട്ടിൽ ചെക്ക് ഡാം കെട്ടി വെള്ളം എടുക്കാൻ സർക്കാരിൻ്റെ അനുവാദം വേണ്ടേ എന്ന് അലീന ചോദിച്ചു. അപ്പോൾ അത് വേണം, പക്ഷേ അതിനുള്ള അനുമതി ഞാൻ പഞ്ചായത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തോട് പൊതുസ്വത്തല്ലേ എന്ന് അലീന. ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ലേ, അപ്പോൾ അത് ഉദ്യോഗസ്ഥർ സമ്മതിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ മോളെ ചിക്കിലി കൊടുത്താ ഇവിടെ എന്നതാ നടക്കാത്തതെന്ന് വല്യപ്പച്ചൻ ലാലിച്ചൻ ചെക്ക് ഡാമിനുള്ള സാങ്ഷൻ വാങ്ങി വെച്ചേക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന ഞെട്ടി. ആണോ? ആ, കൈക്കൂലി കൊടുത്ത് വാങ്ങിയോ? അപ്പോൾ ആദ്യം പഞ്ചായത്ത് ഒബ്ജക്ഷനുമായിട്ടൊക്കെ നിന്നു. അവർക്ക് പൈസ കൊടുത്ത് ഞാൻ ഒതുക്കി. പിന്നെ റവന്യൂ, അപ്പോൾ ഈ ജലം അതോറിറ്റി, അപ്പോൾ പാർട്ടി നേതാക്കൾ, അങ്ങനെ കുറേ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ദേ എല്ലാവരും ക്യാഷ് കൊടുത്ത് ഒതുക്കും. നാട്ടുകാർ എതിർത്തില്ലേ എന്ന് ചോദിക്കുമ്പം അവരുടെ കണ്ണിൽ പൊടിയിടാൻ ചെക്ക് ഡാമിനോട് ചേർന്ന് ഒരു കുടിവെള്ള പദ്ധതിയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വാട്ടർ ടാങ്ക് പണിതിട്ട് കുറച്ച് വീടുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. കൈക്കൂലി കൊടുത്തും കള്ളത്തരം കാണിച്ചും അങ്ങനെ ഒരു നീരൊഴുക്ക് തടഞ്ഞു വെക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വെറുതെ ഒഴുകി പോകുന്ന വെള്ളം അത് കുറച്ച് തടഞ്ഞു നിർത്തി ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നു, അതിലെന്താണ് തെറ്റിരിക്കുന്നത്? അല്ല, വേനൽക്കാലം വരുമ്പോൾ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം കിട്ടുമോ? ആളുകൾ വെള്ളമില്ലാതെ വിഷമിക്കത്തില്ലേ എന്ന് ചോദിച്ചു അലീന. അപ്പോൾ കുറച്ച് ഷോർട്ടേജും കാര്യങ്ങളുണ്ടാകും. നോക്കലീന, ഏത് പദ്ധതി വന്നാലും കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വ്യവസായശാല വരുമ്പോൾ, റോഡ് വീതി കൂട്ടുമ്പോൾ, അപ്പോൾ കുറേ പേരെ അതൊക്കെ ബാധിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെല്ലാം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിച്ചു അലീന. പക്ഷെ പപ്പ പണിന്ന ചെക്ക് ഡാം കൊണ്ട് ആർക്കാ ലാഭം ഉണ്ടാകുന്നത്? ഒരേ ഒരാൾക്ക് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ വല്യപ്പച്ച? വല്യപ്പച്ച നിന്ന് ഇങ്ങനെ ചിരിക്കും അലീന പറയുന്നതൊക്കെ കേട്ട്. സ്റ്റാലിൻ അന്നേരം അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. നമ്പിന് വലിയ അടുക്കുന്നില്ല. നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ എന്ന് ചോദിച്ചു അലീനയോട്. അപ്പോൾ ഏതാ നിന്റെ പാർട്ടി? ആരാ നിന്റെ നേതാവ് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാലിൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു. എൻ്റെ നേതാവ് യേശുവാണെന്ന് പറഞ്ഞു. ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അലീന പറഞ്ഞപ്പോൾ വല്യപ്പച്ചൻ ഒരു ഒറ്റ ചിരിയായിരുന്നു. വല്യപ്പച്ചൻ അവിടെ നിന്ന് ചിരി നിർത്താൻ വല്ലാണ്ട് പാടുപെടുക. സ്റ്റാലിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റാലിൻ എന്നിട്ട് അവിടുന്ന് നേരെ വണ്ടിയിലേക്ക് പോയിട്ട് വണ്ടിയെ കയറിയിരിക്കുക. പിന്നെ ആരോടും മിണ്ടുന്നില്ല. ഓൺ അടിക്കാൻ തുടങ്ങി. അപ്പോൾ നീ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓൺ നീട്ടി അടിക്കാൻ തുടങ്ങി. ഇവർ ചെന്നു വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ സ്റ്റാലിൻ അലീനയോട് മിണ്ടുന്നില്ല. സ്റ്റാലിൻ ദേഷ്യപ്പെട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക കേട്ടോ. അലീനയ്ക്ക് മനസ്സിലായി സ്റ്റാലിക്ക് ദേഷ്യമായിരുന്നു. അപ്പോൾ അലീന ഇങ്ങനെ പപ്പയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് സ്റ്റാലിൻ ആണെന്നുണ്ടെങ്കിൽ അലീനയുടെ നേരെ പോലും നോക്കുന്നില്ല. അപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈ ഗീറിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അലീന അന്നേരം ആ കയ്യിൽ പപ്പയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാലിൻ കൊണ്ടുവന്ന് വണ്ടി ഒരിടത്ത് നിർത്തി. അലീന അന്നേരത്തേക്കും പപ്പയുടെ കൈ എടുത്ത് തൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഞാൻ ചെക്ക് ഡാം പണിയുന്നില്ല എന്നും പോരെയെന്നും അലീനയോട് ചോദിക്കുക. എന്നിട്ട് ചെറിയൊരു പുഞ്ചിരിയും പുഞ്ചിരിച്ചു. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അലീന ഇങ്ങനെ നിറഞ്ഞ കണ്ണുകളോടെ പപ്പയുടെ തലയാട്ടി ഇങ്ങനെ. അപ്പോൾ വല്യപ്പച്ചൻ ഞെട്ടി. ഇത് സ്റ്റാലിൻ തന്നെയാണ് ഈ പറയുന്നതെന്ന് ഓർത്തിട്ട്. അങ്ങനെ പപ്പയും മോളും കൂടെയുള്ള പിണക്കവും മാറി അവർ വീട്ടിലോട്ട് പോവുകയാണ്. വല്യപ്പച്ചൻ ഇതൊക്കെ അന്താളിച്ചിങ്ങനെ നോക്കിയിരിക്കുക. ഇന്നുവരെ ആരും പറയാത്ത അല്ലെങ്കിൽ ആരുടെയും എതിർപ്പ് വകവയ്ക്കാതെ സ്വന്തം കാര്യങ്ങളും മാത്രം സ്വന്തം തീരുമാനങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരുന്ന സ്റ്റാലിൻ ഇപ്പോൾ അലീനയുടെ വാക്ക് കേൾക്കുന്നു. അങ്ങനെ വല്യപ്പച്ചനും അതുപോലെ പപ്പയും മോളും കൂടി ഇങ്ങനെ പോണതും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.